ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് സാന്റോസ് സ്വന്തമാക്കിയത്. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് വാസ്കോഡ ഗാമയെ അവർ പരാജയപ്പെടുത്തി. മത്സരത്തിൽ നെയ്മർ ഗോളോ അസിസ്റ്റോ നേടിയിട്ടില്ല. എന്നിരുന്നാലും നല്ല രൂപത്തിൽ കളിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നെയ്മറുടെ പ്രകടനത്തിന്റെ കണക്കുകൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. 35 പാസുകൾ, അതിൽ 28 പാസുകൾ അക്യുറേറ്റ് ആയിരുന്നു. 5 ഷോട്ടുകൾ നെയ്മർ ഉതിർത്തിട്ടുണ്ട്. അതിൽ ടാർഗറ്റിലേക്ക് 2 ഷോട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 7 ഡുവലുകൾ വോൺ ചെയ്യാൻ നെയ്മർക്ക് കഴിഞ്ഞു. 3 ഫൗളുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. 3 ടാക്കിളുകൾ അദ്ദേഹം നടത്തി. സോഫാ സ്കോറിന്റെ റേറ്റിംഗ് 6.8 ആണ്. ഇങ്ങനെയാണ് നെയ്മർ ജൂനിയറുടെ ഒരു പ്രകടനം വരുന്നത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് സാന്റോസ് മത്സരത്തിൽ വിജയിച്ചത്. ഈ മത്സരത്തിന് ശേഷം ഗാബി ഗോൾ നെയ്മറെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് നെയ്മർ ഇനിയും ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ പണിയും സാന്റോസ് താരങ്ങൾ ഇപ്പോൾ എടുക്കുന്നുണ്ട്. അടുത്ത വേൾഡ് കപ്പിലും നെയ്മർ കളിക്കണം. ഞങ്ങൾ എല്ലാവരും നെയ്മറിൽ ഇപ്പോൾ പ്രഷർ ചെലുത്തുന്നുണ്ട് എന്നാണ് ഗാബി ഗോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ എല്ലാവരും നെയ്മറിൽ ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അടുത്ത വേൾഡ് കപ്പിൽ കൂടി നെയ്മർ കളിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നത്. ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി ഇനിയും കളിക്കണമെന്ന് ഞങ്ങൾ എല്ലാ സാന്റോസ് താരങ്ങളും അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൽ പ്രഷർ ചെലുത്തുന്നുണ്ട്. ഇതാണ് ഗാബി ഗോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി ഇനി ഒരിക്കലും കളിക്കില്ല എന്നുള്ളത് നെയ്മർ പ്രഖ്യാപിച്ചിരുന്നു. ആ തീരുമാനത്തിൽ നിന്നും നെയ്മറെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഗാബി ഗോൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സാന്റോസ് താരങ്ങളും ഇപ്പോൾ അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നെയ്മർ ജൂനിയർ ആ തീരുമാനത്തിൽ നിന്നും ഇനി പിന്മാറുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. പക്ഷെ നിലവിൽ സാന്റോസിന് വേണ്ടി മികച്ച പ്രകടനം നെയ്മർ ജൂനിയർ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് നെയ്മർ മടങ്ങി വരണം എന്നുള്ള ആവശ്യം കൂടുതൽ ശക്തമാവുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.